തുരങ്കപാതയെ എതിർക്കുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ജനകീയമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടക്കാൻ പോകുന്ന 3 പദ്ധതികളെ വളരെ കൃത്യമായിട്ട് അറിയാം ആളുകൾക്ക്, നിങ്ങൾ മീഡിയക്കാർക്കും അറിയാം, ആ പദ്ധതികളിൽ കാണിക്കുന്ന ആ ഔത്സുക്യക്കുറവ് എന്താണ്? അത് പറയാൻ ബാധ്യതയുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപ വരുന്ന പദ്ധതികളെക്കുറിച്ച് മാത്രം സർക്കാർ സംസാരിച്ചാൽ പോരാ. സാധാരണ ചെലവിൽ നികുതി പണമല്ലേ ഇത്, ആ നികുതി പണം വിനിയോഗിക്കുമ്പോൾ അതിനകത്ത് ജനകീയമായിരിക്കണം, സുതാര്യമായിരിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. സുതാര്യതക്കുറവല്ല, തുരങ്കപാത എന്ന് പറയുന്ന പദ്ധതിയുടെ 10-1 പണം മതി. ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യഥാർത്ഥ ചുരം ബദൽ റോഡ് തുരങ്കപാതയല്ല, അത് വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ചുരത്തിൻ്റെ ബദൽ റോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചിപ്പിലത്തോട് റോഡാണ്. ആ ബദൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണ്ടേ? അത് സംസാരിച്ചാൽ തുരങ്കപാതയ്ക്ക് എതിരാവുക? അത് തുരങ്കപാതയ്ക്ക് എതിരല്ല. ഒരു പാത വരുന്നുണ്ട്, എപ്പോഴാണ് വരുന്ന പറഞ്ഞിട്ട് അതിന് കോടികൾ DPR ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയണില്ല. അതൊക്കെ DPR ഡിക്ലർ ചെയ്തിട്ടില്ലല്ലോ. DPR 3 ദിവസം മുമ്പാണ് DPR അവർ പ്രഖ്യാപിച്ചത്. പിന്നെ അങ്ങനെ ക്രമക്കേട് പറയാം. ചെറിയ പദ്ധതികൾ മാറ്റിവെക്കുന്നതിൽ അജണ്ടയുണ്ട്, നോ ഡൗട്ട്. വലിയ പദ്ധതികൾ എടുക്കുന്നതിലും അജണ്ടയുണ്ട്. അതൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വലിയ പദ്ധതികളിലും അവർക്ക് വലിയ അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ഊരാലുങ്കൽ അടക്കം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ ബോധ്യത്തെക്കുറിച്ച് സംസാരിച്ചു. അല്ല, സമീപ ഭാവിയിൽ നിന്നല്ല, ആ പദ്ധതി നടപ്പിലാകുന്നത് നല്ല തന്നെയാണ്. പക്ഷേ നടപ്പിലാകുമ്പോൾ ഞങ്ങൾ ജാഗ്രതയായിട്ട് ഇവിടെ ഉണ്ടാവും. അങ്ങനെ വെട്ടിപ്പിനും തട്ടിപ്പിനും പറ്റില്ല എന്നുള്ള സൂചനയാണ് ഇവിടെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. സർക്കാരേ അഴിമതിയാണ്, അതാ സംശയം. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് അത് സാധിക്കാതെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ തീർന്നു. അതിൻ്റെ മുകളിലൊരു കമൻ്റ് ഇല്ല. ഷാജിക്ക് തങ്ങൾ പറഞ്ഞ അഭിപ്രായമില്ല. നിങ്ങൾ ആദ്യം തന്നെ ഡിനേ ചെയ്തു, തങ്ങൾ പറഞ്ഞു തന്നെ, അപ്പോൾ പിന്നെ കഴിഞ്ഞു. അദ്ദേഹം പലതരം ഇതാണ്, ഭക്തനാണ്. പിന്നെ സിനിമയിൽ നമ്മളെ പഴയ ശ്രീനിവാസൻ ഉണ്ടല്ലോ, ചിലപ്പോൾ മാലിടും പിന്നെ അഴിക്കില്ല, ചിലപ്പോൾ നിരീശ്വരവാദിയാവും പിന്നെ പോരില്ല, ചിലപ്പോൾ ക്യാമറ ആയിട്ട് കിണറ്റ് ചാടാൻ പറഞ്ഞാൽ കിണറ്റ് ചാടും. ബോട്ട് മാത്രം ലക്ഷ്യം, കിണറ്റിലും ചാടും, കുളത്തിലും ചാടും, എല്ലാത്തിലും ചാടും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അവരെക്കുറിച്ച് അഭിപ്രായമില്ലല്ലോ. അയ്യനിൽ പറഞ്ഞ പാർട്ടിനെ കുറിച്ചൊന്നും അഭിപ്രായമില്ല. പിന്നെ അവർ വർഗീയെന്ന് മാത്രമല്ല, അവരെന്തിനാണ് വേറെ സംഘടിച്ചതെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അത് വിശദീകരിച്ചതിന് ശേഷം ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അറിയില്ല. നിങ്ങൾ സാധിക്കാതെ നിങ്ങൾ ചോദിച്ചു എന്നോട് ചോദിക്കാൻ. അല്ല, മുസ്ലിം ലീഗിന് ബദലാവുന്നു എന്നുള്ളത്, ബദലാവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പറയുന്ന, ഇന്ത്യൻ പൊളിറ്റിക്സിൽ പറയുന്ന കാര്യങ്ങൾക്ക് ചില ആളുകൾ എൻഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വേറെ വഴിയിൽ വന്നിട്ട് ഞങ്ങൾ ലീഗാകാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ്. ആ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് UDF അധികാരത്തിൽ വന്നാൽ ഈ 3 പദ്ധതികൾ ഏറ്റെടുക്കും, അതിൽ സംശയമില്ല. ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ UDFൽ മുസ്ലിം ലീഗ് കക്ഷിയാണെങ്കിൽ, ഇതാ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടുത്തും വലത്തുമുണ്ട്, അതിൻ്റെ ട്രഷറർ അടക്കമുള്ള എല്ലാ ഭാരവാഹികളുമുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇതിനേക്കാൾ ആവേശത്തിൽ അന്ന് സമരം ഉണ്ടാവും. ഇപ്പോഴത്തെ സമരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്, സർക്കാരിൻ്റെ അടിച്ചമർത്തലുണ്ടാവും. ഒരടിച്ചമർത്തലും ഇല്ലാതെ ആ സമരത്തിൽ ഞങ്ങളുണ്ടാവും. പിന്നെ വരുമാനം